സർവശക്തനായ റബ്ബ് അവൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇസ്ലാമിലെ ചില സാങ്കേതിക പദങ്ങൾ അത് അറബിയിലാണ് എങ്കിലും മലയാളത്തിലാണ് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിലും പലപ്പോഴും അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചില തെറ്റായ ധാരണകളോട് കൂടിയാണ് ഉടലെടുക്കുന്നത്. അള്ളാഹുവും അവന്റെ പ്രവാചകനും ഉദ്ദേശിക്കാത്ത തലങ്ങളിൽ ആ പദങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും അത്തരം കർമ്മങ്ങൾ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെയ്യുന്നത് കൊണ്ടുമൊക്കെയാണ് പൊതുജനങ്ങൾക്കിടയിൽ പൊതുവെ ഇസ്ലാം ഉദ്ദേശിക്കാത്ത ചില ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരാനുള്ള കാരണം. ഞാൻ സൂചിപ്പിക്കുന്നത് നേർച്ച എന്ന വാക്ക് അറബിയിൽ നദർ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ അതിന് നേർച്ച എന്നോ ഉറൂസ് എന്നോ മറ്റു പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ പദം കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സുകളിൽ വരുന്നത് ഒരു ചിത്രമുണ്ട്. അത് ഒന്നുകിൽ ഏതെങ്കിലും സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സുകളിലേക്ക് വരിക. അവിടെ ആനകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നല്ല വെടിക്കെട്ടുകൾ ഉണ്ടാകാം, യന്ത്ര ഊഞ്ഞാലുകൾ ഉണ്ടാകാം, വർണ്ണ ശബളമായ ലൈറ്റുകൾ ഉണ്ടാകാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള കച്ചവടങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക, നേർച്ച എന്ന് പറയുന്നത്. ഈ അടുത്ത ദിവസം നേർച്ച എന്ന പേരിൽ നടത്തപ്പെട്ട ഒരു പരിപാടിയിൽ 26ഓളം സഹോദരി സഹോദരന്മാർ ആന ഇടഞ്ഞതിന്റെ ഫലമായി അപകടത്തിൽപ്പെടുകയും ഒരു അമുസ്ലിമായ സഹോദരൻ അതിഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണ്. ചില അറിയപ്പെടുന്ന നേർച്ചകളുണ്ട്. ആ സ്ഥലങ്ങളുടെ പട്ടിക വളരെ വിശാലമാണ്. ഇപ്പൊ പട്ടാമ്പി നേർച്ച എന്ന് പറഞ്ഞാൽ 99 ആനകളൊക്കെ അണിനിരക്കുന്ന അതിഗംഭീരമായ നേർച്ചകളായിക്കൊണ്ടാണ് ആളുകൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരന്മാരുടെ പ്രദേശങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളിലുള്ള നേർച്ചകൾ ഉണ്ടാവും. ഈ നേർച്ചകളെല്ലാം ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അറിയപ്പെടുന്ന നേർച്ചകളെല്ലാം ഏതെങ്കിലും ഒരു മഹാൻ എന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഖബറുമായി ബന്ധമോ, അല്ലെങ്കിൽ അവിടെയുള്ള ജാറവുമായുള്ള ബന്ധമോ, അല്ലെങ്കിൽ അവിടുത്തെ മക്കാമുമായി ബന്ധമോ ഉള്ള ഒരു സ്ഥലങ്ങളിലാണ് നമ്മുടെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ നേർച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഇസ്ലാമികമല്ലാത്ത നേർച്ചകൾ ഇതാണ് സമൂഹത്തിൽ നിന്ന് വളരെ പ്രചുര പ്രചാരം സിദ്ധിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുന്ന ആ കാലഘട്ടങ്ങളിൽ, ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബൗദ്ധ വിശ്വാസികൾ, മുശ്രിക്കുകൾ, അവരുടെ നാട്ടിലും അഥവാ മക്കയിലും വലിയ നേർച്ചകൾ ഉണ്ടായിരുന്നു. അവർ വലിയ നേർച്ച മാത്രമല്ല, അവരുടെ കന്നുകാലികളെ നേർച്ചയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന, നേർച്ചയായി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പോഴും ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. നേർച്ചയാട് എന്ന പേരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ആ നേർച്ച ആടുകളെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല. അതിന്റെ കഴുത്തില് ഒരു സഞ്ചി കെട്ടിയിട്ടുണ്ടാവും. ഞാനത് കണ്ടിട്ടുണ്ട്, നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കൊറ്റനാടായിരുന്നു. ആ കൊറ്റനാടിന്റെ കഴുത്തിൽ ഒരു സഞ്ചി കെട്ടി ആ സഞ്ചിയിൽ പണം നിക്ഷേപിക്കുകയാണ്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അതിനെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. അതിന്റെ സഞ്ചിയിലുള്ള നാണയത്തുട്ടുകളോ രൂപയോ ആരും എടുക്കാൻ പാടില്ല. ഭയങ്കര കുരുത്തക്കേട് പറ്റുന്ന അത് എല്ലാം ഭക്ഷിച്ചു പോകും. കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ പഴം പച്ചക്കറികളൊക്കെ കടിച്ചു പോകും. കാരണം ആരും ഉപദ്രവിക്കാൻ പാടില്ല. നേർച്ചാടം. ഇതേ വിശ്വാസം ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 106-ാമത്തെ വചനത്തിൽ കൃത്യമായി അത് പഠിപ്പിക്കുകയാണ്. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമി വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ വഅക്സറുഹും ലാ യഅഖിലൂൻ. അല്ലാഹു കൃത്യമായി പറയാണ്, അല്ലാഹു തആല ബഹീറത്തിനെ നിശ്ചയിച്ചിട്ടില്ല, സായിബത്തിനെയും നിശ്ചയിച്ചിട്ടില്ല, വസീലത്തിനെയും നിശ്ചയിച്ചിട്ടില്ല, ഹാമിനെയും നിശ്ചയിച്ചിട്ടില്ല. വലാകിന്നല്ലദീന കഫറൂ, പക്ഷേ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ യഫ്തറൂന അലല്ലാഹിൽ കദിബ, അല്ലാഹുവിന്റെ പേരിൽ കളവുണ്ടാക്കി പറഞ്ഞതാണ്. വഅക്സറുഹും ലാ യഅഖിലൂൻ, അധികം ആളുകളും ചിന്തിക്കുന്നില്ല. ഇവിടെ 4 മൃഗങ്ങളുടെ പേരാണ് അല്ലാഹു തആല സൂചിപ്പിച്ചിരിക്കുന്നത്. 4 തരം മൃഗങ്ങളെ ആ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബൗദ്ധ വിശ്വാസികൾ അവരുടെ ബിംബങ്ങൾക്കും ദേവീ ദേവന്മാർക്കും വേണ്ടി അവർ നേർച്ചയാക്കി കൊടുത്തു. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ബഹീറയാണ്. ബഹീറ എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം പ്രസവിച്ച പെണ്ണൊട്ടകമാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒട്ടകത്തെ അവര് ഈ ദേവീ ദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടി അവരങ്ങോട്ട് വിടുകയാണ്. അതിന്റെ അടയാളമായി അതിന്റെ കാത് അവർ കുത്തിക്കൂറും. ഖുർആന്റെ തഫ്സീറുകൾ കാണാൻ സാധിക്കും. ഇതാണ് ബഹീറത്ത്. ഈ ബഹീറത്തിനെ അല്ലാഹു തആല നിശ്ചയിച്ചതല്ല. അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് സായിബത്ത്. സായിബത്ത് എന്ന് പറഞ്ഞാൽ യഥേഷ്ടം മേഞ്ഞു നടക്കാൻ നേർച്ച നേർന്ന ഒട്ടകങ്ങൾ. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒട്ടകം ഇഷ്ടമുള്ള ഏത് കൃഷിയിടങ്ങളും പോയി ഭക്ഷിക്കാം. ആർക്കും അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. അതും ഇങ്ങനെ അവരുടെ ദേവീ ദേവന്മാർക്ക് വേണ്ടി നേർച്ച നേർന്നു. വസീലത്ത് എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിൽ കാണുന്നത് ആടുകളാണ്. ഈ ആടുകൾ പ്രസവിക്കുന്ന സമയത്ത് ഇവര് നേർച്ച നേരും. പെണ്ണാടാണ് പ്രസവിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് ഉടമക്ക്. ആണാടിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ, ആൺകുട്ടിയെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അതുപോലെ ദേവീ ദേവന്മാർ. വസീലത്ത് എന്ന് പറഞ്ഞാലോ ഒരു പ്രസവത്തിൽ തന്നെ ആണാടും പെണ്ണാടും ഉണ്ടായി, ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായി, ആളുകൾ ഉണ്ടായാൽ അതിനെ ഈ പടച്ച തമ്പുരാനല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുന്നതാണ് എന്ന് ഖുർആന്റെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഹാമ് എന്ന് പറഞ്ഞാലോ അത് ഒരു തരം കൂറ്റൻ ഒട്ടകങ്ങളാണ്. ഈ ഒട്ടകങ്ങളെ അവർക്കൊരു ഇത്ര സന്താനങ്ങളെ ഉത്പാദിപ്പിച്ചിരിക്കുന്ന ഒട്ടകക്കൂറ്റന്മാര് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇങ്ങനെ നേർച്ച നേരാണ് അവരുടെ ദേവീ ദേവന്മാർക്കുമാർ. ഈ സമ്പ്രദായം ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അള്ളാഹ് പറഞ്ഞത് എന്താ? അള്ളാഹു ഇങ്ങനെ ദേവീ ദേവന്മാർക്ക് വേണ്ടി പടച്ചവനല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേർന്ന മൃഗങ്ങളെ ആ സമ്പ്രദായം അള്ളാഹു തആല നിശ്ചയിച്ചിട്ടില്ല. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ. അങ്ങനെ ഒരു സമ്പ്രദായം വിശുദ്ധ ഖുർആൻ എതിർക്കുകയാണ്. അങ്ങനെ ഇല്ല, അത് ചെയ്യുന്നത് ശരിയല്ല. അതിൽ നിന്നുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെ ചില ആളുകളെയൊക്കെ നേർച്ച നേർന്ന് ഇങ്ങനെ അലിഞ്ഞ് ചില ആളുകൾ കോഴിനേക്കാരും നേർച്ചിരുന്നത് പടച്ചോനല്ലാത്ത ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. ഖുർആൻ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇതുപോലെ കന്നുകാലികളെ ഇവർ നേർച്ച നേരുന്നത് പോലെ കൃഷിയും അവർ നേർച്ച നേർന്നിരുന്ന ഉണ്ടാകുന്ന വിളവുകളിൽ നിന്ന് ഇത്ര ശതമാനം അവർ അള്ളല്ലാത്ത ആളുകളുടെ മാർഗത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇത് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഇത്തരം നേർച്ചകൾ വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി കൊണ്ട് എതിർക്കുന്നത് ശരിയല്ല. സത്യത്തിൽ എന്താണ് നേർച്ച? ഇത് നമ്മൾ കേൾക്കാതെ പോയിട്ട്, നമ്മൾ പഠിക്കാതെ പോയിട്ടുണ്ട്. എന്താണ് നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ അള്ളാഹോ അള്ളാഹുവിന്റെ പ്രവാചകനോ നിർബന്ധമായി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം, ഇസ്ലാമിൽ നിർബന്ധമില്ലാത്ത ഒരു കാര്യം അത് സ്വയം ചെയ്യാമെന്ന് ഏൽക്കലാണ്, അത് ഉറപ്പിക്കലാണ് നേർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഫർളായ ഒരു കാര്യം നമ്മൾ നേർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഉദാഹരണമായിട്ട്
ഞാൻ നാളെ ദൂരസ്കരിക്കും എന്നുള്ളത് നേർച്ച തരാൻ പറ്റൂല. കാരണം എന്താ? അതല്ലെങ്കിൽ എന്നെ ഫർദ. റമദാൻ മാസത്തിലെ നോമ്പ് ഞാൻ നോൽക്കുമെന്ന് നേർച്ച തരാൻ പറ്റൂല. കാരണം എന്താ? അത് ഫർദാണ്. അപ്പൊ ഫർദായ ഒരു കാര്യം നമ്മൾ നേർച്ച നേരാൻ പാടില്ല. പിന്നെ മുസ്തഹബായ കാര്യങ്ങൾ, പുണ്യകരമായ സംഗതികൾ നേർച്ച നേരാം എന്നതാണ് പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. അതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളും നേർച്ച തരാൻ പാടില്ല. ഞാൻ കള്ളു കുടിക്കും എന്ന് നേർച്ച തരാൻ പാടില്ല. അതുപോലെ ഫർദായ കാര്യങ്ങൾ ചെയ്യുന്നത് നേർച്ച തരാൻ പാടില്ല. സുന്നത്തായ മുസ്തഹബായ കാര്യങ്ങൾ നേർച്ച നേരുന്നതിനാണ് നമ്മൾ സാധാരണ നേർച്ച എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ അതിനെ കുറിച്ച് വിശദീകരിച്ചത് ഇന്ന നെതിറ, നേർച്ച എന്ന് പറഞ്ഞാൽ ശറഇൽ മതപരമായ അടിസ്ഥാനത്തിൽ നിർബന്ധമില്ലാത്ത ഒരു കാര്യം ഒരാൾ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് എന്ത് പറയാ? നേർച്ച എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചയുമായി ഇതിന് ഒരു ബന്ധമില്ല. ഇതാണ് സത്യത്തിൽ നേർച്ച എന്ന് പറയുന്നത്. ഇതിന് ഏതെങ്കിലും ജാറങ്ങളിലേക്കോ ഏതെങ്കിലും മക്ബറുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കോ പോകേണ്ട ഒരു ആവശ്യം അതുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഇമ്രാന്റെ ഭാര്യ അവരെ സൂറത്ത് ആലി ഇമ്രാനെ സൂചിപ്പിക്കുന്നുണ്ട്. അവർ നേർച്ച നേർത്തിരുന്നു. ഇത് ഇമ്രാൻ, ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. റബ്ബി ഇന്നി നദർതു ലക മാഫി ബത്നി, എന്റെ വയറ്റിലുള്ള കുഞ്ഞ്, അത് പറയാണ്, എന്റെ വയറ്റിലുള്ള കുഞ്ഞ് ഞാൻ ഇതാ അള്ളാഹുവിന് വേണ്ടി നേർച്ച നേരുന്നു. അത് സംഭവം നിങ്ങൾക്കറിയാം, ചരിത്രം നിങ്ങൾക്കറിയാം. അപ്പൊ ഇമ്രാന്റെ ഭാര്യ ഗർഭിണിയായപ്പോ അവര് പറഞ്ഞു, എനിക്ക് എന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് വേണ്ടി ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു. പക്ഷെ അവര് ആൺകുട്ടിയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പ്രസവിച്ചപ്പോ പെൺകുട്ടിയാണ്. അതാണ് മറിയം ബീബി അലൈഹി സ്വലാത്തു വസ്സലാം. മറിയം ബീബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാചകത്തിലും ഈ നേർച്ച എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അവര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിച്ചു. ആ പ്രസവിച്ചതിന് ശേഷം പറയും, ഇന്നി നദർതു ലിർറഹ്മാൻ വഖൂലി, സൂറത്ത് മറിയമിൽ പറയാം, നീ പറയണം ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയ. എന്താ മറിയം ബീവിന്റെ വാചകമായി പറയുന്നു? ഞാൻ പരമദയാലുവായ കാരുണ്യവാന് നേർച്ച നേർന്നിരിക്കുന്നു. എന്താ നേർച്ച? സൗമ്, നോമ്പാണ്. എങ്ങനെയാണ് ആ നോമ്പിന്റെ സ്വഭാവം? നമ്മൾ നോമ്പ് വെക്കുന്ന പോലെയല്ല. ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയ, ഒരാളോട് സംസാരിക്കുക, മൗനവ്രതമായിരുന്നു മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം നേർച്ച നേർന്നത്. അപ്പൊ ഇത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു നേർച്ചയുടെ രണ്ട് സ്വഭാവങ്ങളാണ്. ഇമ്രാന്റെ ഭാര്യയും അതുപോലെ തന്നെ മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം നേർച്ച നേർന്നത് ഇങ്ങനെ ചെയ്തിരുന്ന. അതുപോലെ തന്നെ സത്യത്തിൽ നേർച്ച എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്, ഒരു ആരാധനാ കർമ്മമാണ്. ഈ ആരാധനാ കർമ്മത്തിൽ ആനയോ അമ്പാരിയോ വെടിക്കെട്ടുകളോ ഒന്നും തീരെ അതിന് ആവശ്യമേ ഇല്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പൊ ആള് ഗുരുതരമായിട്ടാണെങ്കിൽ ഇതിന്റെ മുമ്പുണ്ടായിരുന്ന ഈ ഒരു നേർച്ചയിൽ 6 or 7 ആളുകൾ മരണപ്പെട്ടു. വളരെ ദാരുണമായ സംഭവമാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഇത് നമ്മൾ പഠിക്കണം, നമ്മൾ ആലോചിക്കണം. ഇസ്ലാം എന്താണ് നേർച്ച എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ നേർച്ചയുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി കച്ചവടക്കാർ ഏറ്റെടുക്കുന്നു, മറ്റ് ആളുകളിൽ നിന്ന് തൽപര കക്ഷികൾ ഏറ്റെടുക്കുന്നു. അവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച്, അവിടെ മുസ്ലിമും അല്ലാത്തവരും എല്ലാം കൂടി കലർന്നുകൊണ്ടുള്ള ഒരു ആരാധനാകർമ്മമായി മാറുകയാണ്. അത് ആരാധനാകർമ്മം തന്നെയല്ല. ഇത് കൃത്യമായിട്ടുള്ള അവബോധം മുസ്ലിം സമുദായത്തിന് ഉണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇൻസാനിലെ 7ാമത്തെ വചനമാണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹു സൂചിപ്പിക്കാൻ നല്ല മനുഷ്യരുടെ ലക്ഷണമായി അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് യൂഫൂന ബിന്നദിർ, അവർ നേർച്ച പൂർത്തീകരിക്കുന്നവരായിരിക്കും. പറയാം, നേർച്ച പൂർത്തീകരിക്കുന്നവരായിരിക്കും അവർ. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അതുപോലെ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തിന്റെ തിന്മയെ, പ്രയാസത്തെ ഭയപ്പെടുന്നവരുമായിരിക്കും. ഇത് ഖുർആൻ സൂറത്ത് ഇൻസാനിലെ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അവിടെ അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്ന പദം യൂഫൂന ബിന്നദിരി, നെതിർ പൂർത്തീകരിക്കുന്നവരായിരിക്കും, നെതിർ ചെയ്യുന്നവരായിരിക്കുന്നല്ല. അത് ഇസ്ലാം അല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്നും നേർച്ച ചെയ്തിട്ടില്ല.
നമ്മളതിന്റെ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും നേർച്ച നേർന്നിട്ടില്ല, ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നേർച്ചനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, നേർച്ച അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നേർച്ച അങ്ങനെ അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയല്ല. കാരണം എന്താ, അള്ളാഹു സുന്നത്താക്കി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ നേർച്ചയാക്കുന്നതോട് കൂടി അത് നിർബന്ധമായി മാറുകയാണ്. നേർച്ചക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പൊ 2 റക്അത്ത് ദുഹർ നമസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം, അല്ലെങ്കിൽ 4 റക്അത്ത് നമസ്കാരം, അത് നമുക്ക് സുന്നത്താണ്. പക്ഷെ ഞാനത് ചെയ്യുമെന്ന് നേർച്ച ആക്കി കഴിഞ്ഞാൽ എന്തായി മാറിയത്? അത് സുന്നത്തിന്റെ പരിധിയിൽ വിട്ട് നിർബന്ധമായി മാറി. ഞാൻ തിങ്കളാഴ്ചയിലെ നോമ്പ് നോക്കും എന്നുള്ളത് സുന്നത്താണ്, നമുക്കൊക്കെ സുന്നത്താണ്. പക്ഷെ ഞാനത് നോക്കുമെന്ന് നമ്മൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ എന്തായി മാറിയത്? നിർബന്ധമായി മാറി. അപ്പൊ അത് നോറ്റ് വീട്ടിൽ നിർബന്ധമാണ്, ഫർദിന്റെ അവസ്ഥയിലേക്ക് മാറി. ഇത് പണ്ഡിതന്മാർ വിശദീകരിക്കാൻ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തൻദുറു, നിങ്ങൾ നേർച്ച നേരരുത്, നിങ്ങൾ നേർച്ച നേരരുത്. ഫഇന്നൻ നദറ, തീർച്ചയായും നേർച്ച എന്നുള്ളത് ലാ യുഗ്നി മിനൽ ഖദ്രി ശയ്യാ, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് യാതൊരു അധീനപ്പെടുത്തുകയില്ല, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ ഖദറിനെ മാറ്റുകയില്ല. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിശുക്കനിൽ നിന്ന് അവന്റെ സമ്പത്തിനെ പുറത്തെടുക്കും എന്നല്ലാതെ അതുകൊണ്ട് അള്ളാന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് നേർച്ച 2 തരമുണ്ട്, നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ച, രണ്ടാമതോ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ച. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ചയെ കുറിച്ച് തന്നെ ഇങ്ങനെയാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ചയാണെങ്കിലോ അത് അതീവ ഗൗരവമാണ്, അത് ഒരിക്കലും ശരിയല്ലാത്ത നേർച്ചയാണ്. അത് ആർക്ക് വേണ്ടിയാണെങ്കിലും, പടച്ചവനല്ലാത്ത ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ജാരങ്ങളിലോ മക്ബറുകളിലോ എവിടേക്കെങ്കിലും അന്ത്യവിശ്രമം ചെയ്യുന്ന ആളുകളുടെ തൃപ്തിക്കും അവരുടെ പൊരുത്തത്തിനും നമ്മളെ രോഗം മാറാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യ ലബ്ധിക്ക് വേണ്ടിയൊക്കെയാണ്, പടച്ചോനല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് നേർച്ച നിർന്നെങ്കിൽ ആ നേർച്ച നിഷിദ്ധമായ നേർച്ചയാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ ബിയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മൻ നദറ അൻ യുതി അല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി നേർച്ച നേരുകയാണെങ്കിൽ ഫൽതുഹു, അത് അവൻ ചെയ്തു കൊള്ളട്ടെ. അപ്പൊ അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലാണെങ്കിൽ ചെയ്യാം എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകും, വിശുദ്ധ ഖുർആന്റെ ആയത്തോട് മനസ്സിലാകുന്നുണ്ട്. നേരെ മറിച്ച് വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിയഹു, അല്ലാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഒരാൾ നേർച്ച ചെയ്യുന്നതെങ്കിലോ അത് നടപ്പിലാക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പടച്ചോനല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ഒരാൾ നേർച്ച നൽകുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, നാട്ടില് വീട്ടിലൊക്കെ നമ്മൾ കോഴി നേർച്ച നൽകുന്നത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാവില്ല, അത് ഏതെങ്കിലും ബദരീങ്ങളെ തൃപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ന ആണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ശേഷത്തിന്റെ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് പടച്ചോന്റെ തൃപ്തിയല്ല, പടച്ചോന്റെ ലക്ഷ്യമില്ലാതുള്ളത്. പടച്ചവന്റെ മാർഗത്തിലേക്കുള്ളത് മാത്രമേ അത് സഹിയാവുള്ളൂ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായം വ്യത്യാസമില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ബോധം നമ്മൾ ഉണ്ടാകണം, എന്താണ് നേർച്ച എന്തല്ല നേർച്ച. ഇങ്ങനെ നേർച്ച മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേർച്ച ഏതാണെന്നറിയുള്ളൂ. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടാകുന്നത് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള നേർച്ച. അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് നെതുറും മുഖയ്യതാണ്, ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ച. എങ്ങനെ? എന്റെ കുട്ടിന്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ എത്തിങ്ങാനക്ക് 10 കുട്ടികൾക്ക് ചോറ് കൊടുക്കും. ഇന്ന കാര്യങ്ങൾ നേടുകയാണെങ്കിൽ, എങ്ങനെയാണ് ഇന്ന കാര്യങ്ങൾ നേടുകയാണെങ്കിൽ, പരീക്ഷയിൽ നല്ല A+ എന്റെ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ ഒരാട് നടത്തി കൊടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ വസ്ത്രം വാങ്ങി കൊടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തോളാം. ഇത് ഒരിക്കലും ശരിയായതല്ല. കാരണം അള്ളാഹുവിനെ നമ്മൾ മനുഷ്യനുമായി കൊണ്ട് താരതമ്യം ചെയ്യാം. മനുഷ്യന്മാർക്ക് പറ്റും, ഞമ്മക്ക് പറ്റും. ഇതെനിക്ക് ചായ വാങ്ങി തരാണെങ്കിൽ ഞാൻ അതിന്റെ സാധനം ഞാൻ വിട്ടുകൊണ്ടേ കൊടുക്കാന്ന് നമുക്ക് പറയാം, മനുഷ്യനാവാൻ പറ്റും. പക്ഷെ അള്ളനോട് നമ്മൾ എന്ത് ചെയ്യാണ്? ബാർഗൻ ചെയ്യാണ്. എന്താ പറയാ? പടച്ചോനെ എന്റെ കുട്ടിന്റെ അസുഖം മാറ്റി തന്നാൽ ഞാൻ എത്തി കുട്ടിക്ക് ഇത്ര കൊടുത്തോളാം. പാടേയില്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അധിക നേർച്ചകളും അങ്ങനെ
ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ചകൾ. ഈ ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ചകൾ പാടില്ല. നേരെ മറിച്ച് നമ്മുടെ അസുഖം മാറി, നമ്മുടെ കുട്ടിക്ക് നല്ല ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സന്തോഷമുള്ള എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായി, അപ്പൊ അതിന് ശുക്ർ ചെയ്തുകൊണ്ട് നമുക്ക് എത്തിക്കുട്ടിയെ കൊടുക്കാം, നമുക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാം, നമുക്ക് വേറെ പലതും ചെയ്യാം. പക്ഷെ അത് ഉപാധിയില്ല. കൃത്യമായി മനസ്സിലാക്കുന്ന സഹോദരന്മാരെ സഹോദരികളെ, പലപ്പോഴും നമ്മളെ 99% നടക്കുന്ന നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ ഇങ്ങനെയാണ്. എന്റെ അസുഖം വന്ന ആശുപത്രി കിടക്കുകയാണ്, അപ്പന്മാര് പറയും അല്ലെങ്കിൽ താത്താര് പറയും എന്റെ കുട്ടിന്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ അന്ന് നേർച്ച വെക്കുന്നതാണ്. ചിലപ്പോ എന്താ പറയുന്നത്, ഞാൻ ജാറത്തൊക്കെ പോയി അവിടെ തുണി മൂടാനാണ് നേർച്ച വെക്കുന്നത്. അത് അറാമായതുകൊണ്ട് തീരെ പാടില്ല, പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ നേർച്ചകളെ കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാകും. എന്നാൽ ഒരാള് നേർച്ച നേർന്നു വിചാരിക്കാം, നേർച്ച നേർന്നാൽ അത് ഞാൻ പറഞ്ഞു അത് നമുക്ക് നിർബന്ധമായി ചെയ്യാൻ പറ്റാവുന്ന നേർച്ചകളാണ്. എന്നിട്ട് അയാൾ ചെയ്തില്ല എന്ന് വിചാരിക്കാം, അങ്ങനെ ഉണ്ടാവും കേട്ടോ. നേർച്ച ചെയ്തില്ലെങ്കിലോ അതിന് കഫാറത്ത് കൊടുക്കണം. വല്ലാത്ത ഗൗരവത്തെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണിത്. അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാറത്തുൻ നദി കഫാറത്തുൽ യമീൻ. ഒരാൾ സത്യം ചെയ്തിട്ട് അത് ലംഘിച്ചാൽ അതിനുള്ള കഫാറത്തുണ്ടല്ല, പ്രായശ്ചിത്തം ഉണ്ടല്ലോ, അതേ പ്രായശ്ചിത്തമാണ് ഒരാൾ നേർച്ച ചേർത്തിട്ട് അത് കൊടുത്തിട്ടില്ലെങ്കിൽ. നമ്മള് 10 കുട്ടിയേക്ക് എത്തിക്കുട്ടിയൊക്കെ ഞാനിത് കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ കൊടുത്തില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാണ്, അയാളെ കഫാറത്ത് ചെയ്യണം. അതിന്റെ കഫാറത്ത് എന്താണ്? സൂറത്ത് 5-ാം അധ്യായം 89-ാമത്തെ വചനത്തിൽ എന്താണ് നേർച്ചക്കാർക്കുള്ള കഫാറത്ത് എന്ന് ഖുർആൻ കൃത്യമായി പറയും. ഫകഫാറത്തുഹു ഇത്ആമു 10 മസാകിൻ. ഒരാൾ നേർച്ച നേർന്നു, അത് വീട്ടിയിട്ടില്ല എങ്കിൽ 10 മിസ്കീങ്ങൾക്ക് അവർ ഭക്ഷണം കൊടുക്കണം. പ്രായശ്ചിത്തമായിട്ട് വീട്ടാത്തോണ്ട് മിൻ ഔസതി മാ തുതഇമൂൻ അഹ്ലീകും. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷിപ്പിക്കുന്ന ഒരു മധ്യമ നിലയിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം ഭർത്താവ് ഭക്ഷണം കൊടുക്കുമ്പോൾ ഹെവി ഭക്ഷണം നല്ല മുന്തിയതായിക്കൊണ്ടെന്നില്ല, പറ്റത്തായ ആത്മാവ് പാടില്ല. അതിന്റെ ഇടയിൽ ഒരു മധ്യമ നിലവാരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിലോ ഖുർആൻ പറയുന്നത് ഔ കിസ്വതുഹു, അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം കൊടുക്കണം. ഇതൊന്നും നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് അറിയില്ല. അങ്ങനെ പറയും, അങ്ങനെ നേർച്ച വരും. അപ്പൊ 10 മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അവർക്കുള്ള വസ്ത്രം കൊടുക്കണം. ആ ധൈര്യമൊക്കെ പറ്റും, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം എന്നാ. അതിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രായോഗികമല്ല. ഫമല്ലം യജിദ്, എന്നിട്ട് അല്ല പറയാണ്, ഈ 3 നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ, ആദ്യം പറഞ്ഞ ഈ 3 നിങ്ങൾക്ക് പ്രായോഗികമല്ല, സാധ്യമല്ല എങ്കിൽ ഫസിയാമു സലാസതി അയ്യാമിൻ, 3 ദിവസം അയാളെ നോമ്പ് നോക്കണം. ഇതൊരു ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് നമ്മള് ഇസ്ലാമിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ആവശ്യമില്ലാതെ നേർച്ച നേടാൻ നിൽക്കരുത്. അങ്ങനെ ഏതെങ്കിലും അനുവദനീയമായ മുസ്തഹബായ, അതിനെ പണ്ഡിതന്മാർ പറഞ്ഞു, മുസ്തഹബ് ദീനിൽ മുസ്തഹബായ ഒരു കാര്യം അങ്ങനെ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ കഫാറത്ത് അയാൾ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തു വിടുകയില്ല. അങ്ങനെ ഇസ്ലാമിന്റെ കൃത്യമായ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. തഖ്വല്ലാഹി വഅല. സ്നേഹിതരായ സഹോദരന്മാരെ സഹോദരികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കലൂടെ ഉണർത്തുകയാണ്, ഉദ്ദേശിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരു ഹദീസ് സാന്ദർഭികമായി നമ്മുടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ജനുവരി 15 നമ്മുടെ കേരളത്തിൽ പാലിയേറ്റീവ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇവിടെ ഇതിന്റെ കലക്ഷൻ ഒന്നുമില്ല, കഴിഞ്ഞു പോയതുകൊണ്ട്. കലക്ഷന്റെ അപ്പുറമായി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഒരർത്ഥത്തിൽ ആരോഗ്യവാന്മാരാണ്. ഏത് സമയവും നമുക്കൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ പലരും രോഗികളായിട്ടുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തുണ്ട്, നമ്മുടെ മഹല്ലിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഈ രോഗം ഏത് സമയത്തും നമ്മയൊക്കെ പിടികൂടാം എന്ന ഒരു ബോധം ഈ പാലിയേറ്റീവ് ഡേ ദിനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, രോഗികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, രോഗികളെ പരിചരിക്കുക എന്നുള്ളതാണ്. വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതും വലിയ നമ്മളൊക്കെ ഒരു മാനസികമായി തയ്യാറെടുക്കേണ്ടുന്ന ഒരു സംഗതി കൂടിയാണ്. നമ്മുടെ വീട്ടില് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ ആളുകൾ, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ ഉമ്മ ഒക്കെ ഉണ്ടെങ്കിലും രോഗികളായി കുറെ കാലം കിടക്കേണ്ടി വന്നാൽ നമ്മുടെയൊക്കെ സ്വഭാവങ്ങൾ മാറും, നമ്മുടെ പെരുമാറ്റങ്ങൾ മാറും, നമ്മുടെ ഇടപെടലുകൾ മാറും. വീട്ടുകാർക്ക് മാത്രമല്ല, നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ആരും പിന്നെ കാര്യമായി തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ഇതൊരു അനുഭവങ്ങളാണ്, നമ്മളൊക്കെ അനുഭവങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്, ഒന്ന്, രോഗികളാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്, രോഗികളായി കഴിഞ്ഞാൽ അവരെ പരിചരിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമാണ്. നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നമുക്ക് നിർവഹിക്കാൻ പറ്റാത്ത രോഗങ്ങളുണ്ടോ? വല്ലാത്ത അവസ്ഥ. വേറൊരാളെ ആശ്രയിക്കല്ലാതെ വേറൊരു മാർഗമല്ല. നമ്മുടെ ശരീരത്തിലൊന്ന് ചൊറിയണമെങ്കിൽ, മാന്തണമെങ്കിൽ പോലും വേറൊരാളുടെ സഹായം നമുക്ക് ചിലപ്പോൾ അങ്ങനെ വരും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ അത് നമ്മുടെ ഒരു പ്രാഗിക്കൊണ്ട് നമ്മളെ സ്വന്തം ബന്ധുക്കളെ ആയിരിക്കും, നമ്മളെ കൂടപ്പുറപ്പുകളെ ആയിരിക്കും നമ്മൾ നോക്കേണ്ടി വരിക. അപ്പൊ നല്ലൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകും, ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, രോഗികളായാൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ പുണ്യകരമായി പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. അറിയാത്തൊരു കാര്യമല്ല, ഓർമ്മപ്പെടുത്തുക. പക്ഷെ നമ്മുടെ ഈ തിരക്കിനിടയിൽ നമുക്ക് അതിനൊന്നും സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടില്, നമ്മുടെ മാലില്, നമ്മുടെ കുടുംബത്തിൽ എത്ര രോഗികളുണ്ട്, നമ്മൾ എത്ര പെട്ടെന്ന് എവിടെയൊക്കെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആരെയും കുറ്റപ്പെടുത്താനല്ല, അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിച്ചോ, എന്താ എന്റെ കാര്യമാണ്, എന്ത് വിഷമങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ഞാൻ വരേണ്ടതുണ്ടോ, വീട്ടിലെന്താ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖൽതും അലൽ മരീദ്, ഇനി രോഗിയുടെ അടുത്ത് പോയാലോ അവിടെ ചെയ്യേണ്ട ഒരു മര്യാദ പഠിപ്പിക്കും. ഇദാ ദഖൽതും അൽ മരീദ്, നിങ്ങളൊരു രോഗിയെ സന്ദർശിച്ചാൽ അയാൾക്ക് നിങ്ങളുടെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, നിങ്ങളുടെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് ആശ്വാസം നൽകണം. ഞാൻ ബോധപൂർവ്വമാണ്, നോട്ടം കൊണ്ട് ആശ്വാസം നൽകണം, നിങ്ങളുടെ ആംഗ്യം കൊണ്ട് നിങ്ങൾ ആശ്വാസം നൽകണം. ചില സഹോദരന്മാരൊക്കെ ചില രോഗികൾ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർ വരാതിരിക്കലായിരിക്കും. ഞാൻ സഹോദരന്മാരെ മാത്രമല്ല, ഈ ഇതിനെക്കുറിച്ച് ഒരു അവബോധമില്ലാത്ത ആളുകൾ രോഗികളടുത്ത് ചെല്ലാതൊക്കെ നല്ലത്. നിങ്ങൾ ചെല്ലാതൊക്കെ സുന്നത്ത്. ചെന്നിട്ട് രോഗിനോട് എന്താ പറയാ, ആ രോഗിനൊക്കെ വന്നിട്ട് ഒരു നൃത്തം, ആ നൃത്തം തന്നെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഒരു രോഗി കേൾക്കുന്നില്ല എന്ന രൂപത്തിലേക്കും തൊട്ടടുത്തുള്ള മക്കളോട് പറയാ, ഓ ഇങ്ങനെ കഴിഞ്ഞില്ലേ, ജയമാതിരി അവിടെ പത്തുമാത്തി കളഞ്ഞീനത് എന്നുള്ള ഒരു വാചകം കേൾക്കും. ഇത് രോഗി കേൾക്കാണ്, കണ്ണി ചിമ്പി കടക്കേക്കും രോഗി. പക്ഷെ ആ രോഗിക്ക് കേൾക്കാണ്. ഇത്തരം ആളുകൾ ഈ രോഗികളടുത്ത് വന്നിട്ട് അവർക്ക് സമാധാനമാണ് ഉണ്ടാകുന്നത്, പ്രയാസമാണ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ ആളുകൾ രോഗികളെ സന്ദർശിക്കാൻ പോകാതെ അതേ കാര്യം ചുണ്ടത് പോയാൽ നിങ്ങൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ദാലിക ലാ യറുദ്ദു ശൈഅൻ, നിങ്ങളുടെ ആ സംസാരം അള്ളാഹുവിന്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാക്കൂല. നിങ്ങൾ പറയേണ്ടത് എന്താ, സാരം കേട്ടോ, ഇങ്ങനെ കടന്ന ഒരു രോഗി ഞാൻ അവിടെ ഉണ്ടായി, അയാൾ പിന്നെ എന്തോ സുഖമായിട്ട് നടന്നുപോയി, അയാൾ പങ്കാളിക്കൊക്കെ വരുന്നുണ്ട്, അയാളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തനാണ്, അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിലും അങ്ങനെ നടക്കൂലെങ്കിലും ഈ രോഗിന്റെ മനസ്സിലൊരു ഒരു കുളിർമ വരും. അത് അയാളുടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്, ആനന്ദം നൽകുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏത് രോഗിയെടുത്ത് പോയാലും നമ്മൾ ചെന്ന അയാൾക്കൊരു സന്തോഷമാണ്, ഒരു തൃപ്തിമാണ്. അങ്ങനെ നമ്മുടെ ഈ പാലിയേറ്റീവിന്റെ ഒരു മെസ്സേജായി നമ്മൾ മനസ്സിലാക്കുക. മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആശ്വാസവും സുഖവും നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലുത്. നമ്മൾ രോഗികൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ രോഗികളാകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ, നേർച്ചയേക്കാൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ തീരുമാനത്തിന് മാറ്റാൻ കഴിയുന്നതാണ് പ്രാർത്ഥന. നേർച്ചക്കതിന് കഴിയില്ല. അപ്പൊ പ്രാർത്ഥിക്കുക. നമ്മുടെ ദുന്യവും ആഖിറത്തുമായ ഉഖറയുമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രയാസപ്പെടുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അള്ളാഹു ആശ്വാസവും സുഖവും നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മളിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാനിയന്മാർ, സഹോദരന്മാർ, സഹോദരികൾ
അല്ലാഹുവേ അവർക്ക് എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കത്തിയാളുന്ന നരകാഗ്നിയിലും ഖബർശിക്ഷയിലും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന എത്ര വലിയ തെറ്റുകളാണെങ്കിലും റഹ്മാനായ നാഥ ഞങ്ങളെ പുറത്ത് മാപ്പാക്കി തന്നെ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തിരിക്കുന്ന എത്ര ചെറിയ നന്മകളാണെങ്കിലും നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمسلمات انك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا توفنا مسلما والحقنا بالصالحين. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين.